തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം പിടിയിലായ ലോൺ ആപ്പ് തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതലിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു. കൂടുതൽ പേർ സംഘത്തിലുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ശ്രീകാര്യത്തെ കമ്പനിയിൽ നിന്നും പരിശോധന തുടരും. തിരുവനന്തപുരത്ത് തന്നെ കൂടുതൽ കേന്ദ്രങ്ങളിൽ തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. കഴിഞ്ഞ ദിവസം 18 ഉത്തരേന്ത്യക്കാരാണ് പിടിയിലായത്. ഇവർ കൂടുതലും പണം തട്ടിയെടുത്തത് അമേരിക്കക്കാരിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. വിവിധ രാജ്യക്കാരിൽ നിന്ന് കോടികളാണ് സംഘം തട്ടിയെടുത്തത്. ആതിര കൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആതിര, ഈ ലോൺ ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. എങ്ങനെയാണ് അന്വേഷണ സംഘം ഈ അന്വേഷണം വിപുലീകരിക്കാൻ ഒരുങ്ങുന്നത്? ആരിലേക്കൊക്കെയാണ് അന്വേഷണം എത്തുക? അശ്വതി, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ശ്രീകാര്യത്തെ എനിക്ക് പുറകിൽ കാണുന്ന ഈ കെട്ടിടത്തിൽ നിന്നും 18ഓളം ഉത്തരേന്ത്യക്കാരെ ഈ ലോൺ ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പിടികൂടുന്നത്. പോലീസിന് ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട ഈ കെട്ടിടം കേന്ദ്രീകരിച്ച് ഒരു ലഹരി വിൽപ്പന നടക്കുന്നുവെന്ന വിവരം കിട്ടിയിരുന്നു. അത്തരത്തിലൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. ആ സംശയത്തെ തുടർന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പരിസരം നിരീക്ഷണത്തിലായിരുന്നു, പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അതിനെ തുടർന്ന് ഈ കെട്ടിടത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഇത്തരത്തിലൊരു ലോൺ ആപ്പ്, അതായത് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ നൽകാമെന്ന് പറഞ്ഞ് ഈ അമേരിക്കയിലെ ആളുകളെയായിരുന്നു പ്രധാനമായും ഈ തട്ടിപ്പ് സംഘം കേന്ദ്രീകരിച്ചിരുന്നത്. അവർക്ക് ഇത്തരത്തിൽ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോസസ്സിംഗ് ഇനത്തിലൊരു ഫീസ് ഡോളറിൽ ഈടാക്കുകയായിരുന്നു ഇവരുടെ ഒരു പതിവ് രീതി. അതിനുശേഷം ഈ കോളുകളും അതുപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള മറ്റ് മാർഗങ്ങളും ബ്ലോക്ക് ചെയ്യുകയായിരുന്നു ഇവരുടെ രീതി. അത്തരത്തിൽ ഈ ഡോളറുകൾ, ലക്ഷക്കണക്കിന് ഡോളറുകളാണ് ഇവർ അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ടുള്ളത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ 18 ഉത്തരേന്ത്യക്കാരെ, അതിൽ 13 പേർ ഈ സംഘത്തിൽ പ്രവർത്തിച്ചിരുന്നവരും ബാക്കിയുള്ളവർ അവിടെ ക്ലീനിങ് ജോലികൾ, ശുചീകരണ ജോലികൾ ചെയ്യുന്നതുമായിട്ടുള്ള 18 ഉത്തരേന്ത്യക്കാരെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. അതിൽ ഈ 18 ഉത്തരേന്ത്യക്കാരിൽ ഒരാൾ വിമാനമാർഗം രക്ഷപ്പെടാൻ ശ്രമിക്കവേ സാഹസികമായി പോലീസ് വിമാനത്താവളത്തിൽ നിന്നും അയാളെയും പിടികൂടിയിരുന്നു. അതിനുശേഷം ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചാണ്, നോയിഡ പോലെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രധാന സ്ഥാപനങ്ങൾ. ഇത്തരത്തിലൊരു മുഖ്യ കണ്ണിയെ കൂടി പോലീസ് ഉത്തരേന്ത്യയിൽ നിന്നും പിടികൂട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഇതിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് UP സ്വദേശിയായിട്ടുള്ള ആകാശ് ചൗധരി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇയാളെ പോലീസ് പിടികൂടാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഇയാൾ വിദഗ്ധമായി രക്ഷപ്പെടുന്നൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നിലവിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്നും ഏകദേശം 35ഓളം കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും അതുപോലെ തന്നെ നിരവധി സിം കാർഡുകളും കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചും കമ്പ്യൂട്ടറുകളൊക്കെ തന്നെ പോലീസിനെ പരിശോധിക്കാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവ പോലീസ് വിശദമായ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പോലീസിന് കണ്ടെത്താൻ സാധിക്കുക. അതുകൂടാതെ തന്നെ തിരുവനന്തപുരത്തെ മറ്റ് കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നതായുള്ള വിവരം നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. അതുകൂടാതെ തന്നെ കൊച്ചിയിൽ ഇത്തരത്തിലൊരു കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള സൂചന ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മുമ്പ് അത്തരത്തിലൊരു കേന്ദ്രം പ്രവർത്തിച്ചിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ്. അക്കാര്യങ്ങളൊക്കെ തന്നെ വിശദമായ അന്വേഷണം പോലീസ് ഏതായാലും നടത്തും. ഈ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തിനകത്ത് ഇത്തരത്തിൽ നിരവധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ളൊരു സൂചന പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള സൂചനകളൊക്കെ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം കാര്യക്ഷമമാക്കാനും അന്വേഷണം വ്യാപിപ്പിക്കാനുമുള്ളൊരു നീക്കത്തിലാണ് നിലവിൽ അന്വേഷണ സംഘം.